അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ JKയും അമ്മയും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് JK ചോദിക്കേണ്ട അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നത്, അർച്ചന ഇങ്ങോട്ടേക്ക് വന്നോ ചോദിക്കും. ആ വന്നിരുന്നു മോനെ എന്ന് പറയാണ്. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇനി അത് ശരിയാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിൻ്റെ ജീവിതമല്ലേ, അതാണ് ഞാനതിന് സമ്മതിക്കണം. പിന്നെ അർച്ചനയല്ലേ, ചിലപ്പോൾ മധുബാല സമ്മതിച്ചു എന്ന് വരും എന്നിങ്ങനെ പറയാണ്. ശരി, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പിന്നീട് അച്ചു വൈകിട്ടാണ് ഓഫീസിൽ നിന്നും വരുന്നത് കേട്ടോ. ആ സമയം തന്നെ രുക്ക് ഒരു ചായയൊക്കെ ഇട്ടിട്ട് അച്ചുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അച്ചു, നീ നല്ല മൂഡിലാണോ, എങ്കിൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം കേട്ടോ. ആ ശരി, നീ പറയേ എന്ന് പറയുമ്പോൾ രുക്ക് പറയാണ്, നിങ്ങൾ അനിയന്മാരെല്ലാവരും കൂടി ചേച്ചി എങ്ങനെ നിർത്തിയാൽ മതിയോ, ചേച്ചിക്കൊരു ഭാവി വേണ്ടേ, നിങ്ങൾക്ക് മാത്രം ഭാവി ഉണ്ടാക്കി തന്നല്ലോ, അതുകൊണ്ട് ചേച്ചിക്കൊരു ഭാവി വേണ്ടേ, നിങ്ങളെല്ലാവരും കൂടിയിട്ട് ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, ചേച്ചി ഒരു കല്യാണം കഴിപ്പിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു ചോദിക്കുകയാണ്, എന്താ നിനക്ക് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം ചേച്ചിയോട് തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങൾ അനന്തോനും അതുപോലെ മുകുന്ദനും അവരുടെ ഭാര്യമാർക്കൊക്കെ അവരോട് പറയാൻ പേടിയാണ്, പക്ഷേ എനിക്ക് നിന്നോട് പറഞ്ഞേ ഒക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര നാണക്കേടാവും എന്നിങ്ങനെ പറയും. നാണക്കേടാവോ, നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ചേച്ചി ഏതായാലും ഈ കല്യാണം കൊണ്ട് നീ അങ്ങോട്ട് പോയാൽ മതി, ചേച്ചി ബാക്കി ആട്ടിപ്പായിക്കും എന്നിങ്ങനെ പറയും. ഓഹോ, അപ്പോൾ ചേച്ചിക്ക് ലിവിൻ ടുഗദറായിട്ട് ഇരിക്കാനാണോ താല്പര്യം, ഏതായാലും ആ JK ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ കാര്യം നീ ചെയ്തുകൂടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതാ ചേച്ചി ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് നാണക്കേട് ഉണ്ടാക്കിപ്പിക്കുകയോ, ഇവിടെ ഒരു ദിവസം നിൻ്റെ ചേച്ചിയെ കാണാതായി, അതും എല്ലാവർക്കും അറിയും, ഇതെല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആങ്ങളമാർക്കത് ചെയ്തു കൊടുത്തൂടെ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അച്ഛനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. അച്ചു പറയും, JKയും ചേച്ചിയും തമ്മിലുള്ള എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചിട്ട്, അതുകൊണ്ട് ഇനി മേലിൽ നീ ചേച്ചിയെക്കുറിച്ചും JKയെക്കുറിച്ചും അപവാദം പറയരുത് എന്ന് പറഞ്ഞിട്ട് അച്ചു പെട്ടെന്ന് തന്നെ രുക്കുവിനെ അടുക്കുകയാണ് കേട്ടോ. നീ എന്നെ തല്ലി എന്ന് രുക്കു ചോദിക്കുകയാണ്. തല്ലോ കൊല്ലുക ചെയ്യേ, നീ എൻ്റെ ചേച്ചിയെ പിന്നിൽ നിന്ന് അന്വേഷിക്കാതെ മുന്നിൽ നിന്ന് അന്വേഷിക്കുക, ഞാൻ ഒരുപാട് അന്വേഷിച്ചതാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം രുക്കു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാനെല്ലാം അന്വേഷിക്കാം, എല്ലാം അന്വേഷിക്കടാ, അന്വേഷിച്ചിട്ട് എല്ലാ തെളിവ് കൊണ്ടുവന്ന് നിൻ്റെ മുൻപിൽ വയ്ക്കുക, അപ്പോഴേ നീ ഇതിന് പാഠം പഠിക്കുകയുള്ളൂ, ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്ന് രുക്കു ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം മധുബാലയെ കാണാൻ വേണ്ടിയിട്ട് അർച്ചന പോയിരിക്കുകയാണ് കേട്ടോ. അർച്ചനയെ കണ്ടതും മധുബാലയോട് അർച്ചന ചോദിക്കും, അന്ന് ഓഫീസിൽ വന്നിട്ട് താൻ പ്രശ്നം ഉണ്ടാക്കി, പക്ഷേ ഞാനത് വലിയ കാര്യമാക്കിയില്ല, പക്ഷേ ഇപ്പോഴും ഞാൻ വന്നിരിക്കുന്നത് JK വന്ന് എന്നെ കാണാൻ വന്നിരുന്നു, എന്തിനാണെന്നറിയോ, ഒരു ഡൈവേഴ്സ് പെറ്റീഷൻ തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നേരിട്ടിരുന്ന് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നിങ്ങൾ ഒന്നിച്ചു പോകുന്നതാണ് നല്ലത്, അതിന് വേണ്ടിയിട്ട് ഞാൻ മധുബാലയെ കണ്ടത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മധുബാല പറയും, ഒരിക്കലും അയാൾ അതിന് സമ്മതിക്കില്ല, JK അതിന് സമ്മതിക്കില്ല, JK എന്നുമായിട്ട് ഒത്തുപോകാനും സമ്മതിക്കില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്ന് പറയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും, അതുകൊണ്ട് ഒത്തുപോകണതാണ് നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ മധുബാല വിചാരിക്കും, എങ്ങനെയെങ്കിലും ആ വീട്ടിനകത്ത് കയറിപ്പറ്റിയെങ്കിൽ മാത്രമേ അർച്ചനയും JKയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിന് ഈ ശ്രമം തന്നെയാണ് നല്ലത്, ഞാൻ തയ്യാറാണ് എന്ന് മധുബാല പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ ഒത്തുപോകുന്നതാണ് നല്ലത് എന്ന് പറയും. ശരി എന്ന് പറയണം, ഞാൻ എന്തായാലും ഓഫീസിൽ നിങ്ങളെല്ലാവരും കൂടി വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാമെന്ന് അർച്ചന മധുബാലയോട് പറയണം കേട്ടോ. അതിനുശേഷം അർച്ചന വന്നിട്ട് JKയ്ക്ക് ഫോൺ ചെയ്യണം. JKയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ എന്താ വിളിച്ചത് ചോദിക്കുമ്പോൾ ഒരു സർപ്രൈസ് കാര്യം ഉണ്ടല്ലോ പറയും. എന്ത് സർപ്രൈസാണ് എന്ന് ചോദിക്കും. കഥ എഴുതുന്ന ആളൊക്കെ തന്നെ, അപ്പോൾ മനസ്സിലുള്ളത് അറിയുമല്ലോ ചേച്ചി, എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല, എന്താണെങ്കിലും പറയേ എന്ന് പറയും കേട്ടോ. അപ്പോൾ മധുബാല ഇങ്ങനെ ശ്രമത്തിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒത്തുതീർപ്പിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയണു. ഓഹോ, അവൾ വരാ പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ അവൾ പറയും. ഇല്ല, സമ്മതിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ JK പറയും, ഇനിയിപ്പോൾ എന്തായാലും ശരി, നിങ്ങളുടെ തീരുമാനമല്ലേ, എന്തായാലും ഞാനതിന് വന്ന് നിന്ന് തരാം എന്നിങ്ങനെ ഫോൺ ചെയ്യുന്നത് ടീച്ചർ കേൾക്കുകയും കേട്ടോ. അതേസമയം JK പറയും, അമ്മ അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറയണം, മോനെ എനിക്ക് നിൻ്റെ ജീവിതമാണ്, അതുകൊണ്ട് നിങ്ങൾ നന്നായി ജീവിക്കുന്നത് കാണാനാണ് എനിക്ക് താല്പര്യം, അത് ഒത്തുതീർപ്പായി പറഞ്ഞാൽ അവൾ വരികയാണെങ്കിൽ വരട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം
മധുബാല അർച്ചനയുടെ ഓഫീസിലേക്ക് പോകുകയാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ വിജയശങ്കർ കാണും. ഇവളെന്താ ഇവിടെ വന്നിരിക്കുന്നത്, ഹായ് മധുബാല എന്ന് പറയും. സോറി വിജയശങ്കർ, ഞാൻ അങ്ങോട്ടേക്കല്ല, എനിക്കൊരു ഒത്തുതീർപ്പ് കേസുണ്ട്, ഡിവേഴ്സിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട് JK, അതിന് വന്നതാണ്, ഞാൻ അർച്ചനയുടെ ഓഫീസിലേക്കാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ പറയും, താനിത് വിശ്വസിച്ചോ, അവർ രണ്ടുപേരും കൂടി ഒത്തു കളിക്കുകയാണ്, തന്നെ അതിൽ പെടുത്തുകയാണ് എന്ന് പറയും. ആ ശരി, എന്തായാലും ശരി, അതെന്താണെന്ന് ഞാൻ അറിയട്ടെ, അതിന് ശേഷം മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അർച്ചനയുടെ ഓഫീസിലേക്ക് മധുബാല പോവുകയാണ് കേട്ടോ. അവിടെ പോയിരിക്കുമ്പോൾ പറയും, അങ്ങേരെ ഇനിയും കണ്ടില്ലല്ലോ, വന്നില്ലേ എന്ന് ചോദിക്കും. എൻ്റെ മുൻപിൽ വന്നിരിക്കാൻ അങ്ങേർക്ക് മടിയുണ്ടാവും, അതുകൊണ്ട് അങ്ങേര് വരില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഇല്ല, എന്തായാലും വരും എന്നിങ്ങനെ പറയണം. അതേസമയം ദീപ്തി പറയേണ്ട, ഒന്ന് വിളിച്ചു നോക്കുക അർച്ചന എന്ന് പറയാണ്. അർച്ചന പറയും, ഞാൻ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല, ഇങ്ങോട്ടേക്ക് വരാനുള്ള തന്ത്രപ്പാടിലായിരിക്കും എന്നിങ്ങനെ പറയും. പിന്നീട് മധുബാല പറയും, ഞാൻ പോവുകയാണ് കേട്ടോ, ഇനിയും വന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നിൽക്കാം എന്ന് പറയും. ഇല്ല, അയാൾ എന്തായാലും വരും എന്ന് പറയാണ്. പിന്നീട് മധുബാല പോകാൻ നേരത്ത് തന്നെ JK അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. JK അങ്ങോട്ടേക്ക് വന്നിട്ട് അവർ രണ്ടുപേരും കൂടി നേരോട് നേരെ നിന്ന് സംസാരിക്കുകയാണ്. എന്തായാലും അവരുടെ സംസാരത്തിൽ ഇന്ന് തന്നെ ചിലപ്പോൾ ഡൈവേഴ്സ് നടക്കാനുള്ള കാര്യം നടക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.